വെള്ളാപ്പള്ളിക്കെതിരെ വീണ്ടും വി.എസ്. രംഗത്ത്. തേജാവർ മഠാധിപതി എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് കൊടി കൈമാറിയില്ല, അത് അശുദ്ധമാകുമെന്നുള്ളത് കൊണ്ടാണ് കൈമാറാഞ്ഞത് എന്നാണ് വി.എസ്. പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. ദിനകർ, വിശദവിവരങ്ങളിലേക്ക്. ദിനകറിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. ഏതായാലും ഏറ്റവും പുതിയ വാഗ്വാദങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് ഇപ്പോൾ വി.എസും വെള്ളാപ്പള്ളിയും എന്ന് വ്യക്തമായിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ മറുപടിക്ക് പിറകെയാണ് ഇപ്പോൾ വി.എസ്. പുതിയ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. പേജാവർ മഠാധിപതി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് കൊടി കൈമാറാഞ്ഞത് എന്ന് വി.എസ്. ചോദിച്ചു. അത് അശുദ്ധമാകും എന്നുള്ളത് കൊണ്ടാണ് കൈമാറാഞ്ഞത് എന്നും വി.എസ്. ആരോപിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വി.എസും വെള്ളാപ്പള്ളിയും തുടർന്ന് വരുന്ന വാക്പോരിലെ ഏറ്റവും പുതിയ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പുതിയ വിമർശനമാണ് ഇത്. ദിനകർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിനകർ, വിശദാംശങ്ങൾ. സൗമ്യ, അതിരൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമത്വ മുന്നേറ്റം പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് കാലഹരണപ്പെട്ട ചാതുർവർണ്ണത്തിന്റെ തിരത്തള്ളലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ വിമർശിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് ജാഥയുടെ കൊടി കൈമാറിയാൽ കടുത്ത യാഥാസ്ഥിതികനും RSSന്റെ പ്രിയങ്കരനുമായ ഉദ്ഘാടകൻ പേജാവർ മഠാധിപതിക്ക് അശുദ്ധിയാകും. അതുകൊണ്ടാണ് ഈഴവനായ വെള്ളാപ്പള്ളിക്ക് കൊടി കൈമാറാൻ മഠാധിപതി വിസമ്മതിച്ചത് എന്നാണ് വി.എസ്. ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിളക്ക് തെളിക്കുക മാത്രമാണ് അദ്ദേഹം ഉദ്ഘാടന വേദിയിൽ ചെയ്തത്. കൊടി കൈമാറുമ്പോൾ അബദ്ധത്തിലെങ്ങാനും വെള്ളാപ്പള്ളിയുടെ കയ്യിൽ തൊട്ടാൽ മഠാധിപതിക്ക് അത് അശുദ്ധിയാകും. അതുകൊണ്ടാണ് കൊടി കൈമാറാതിരുന്നത് എന്നുമാണ് വി.എസ്. പറഞ്ഞിരിക്കുന്നത്. കേരളം പൊരുതി പരാജയപ്പെടുത്തിയ ഐത്തവും തൊട്ടുകൂടായ്മയും തിരിച്ചുകൊണ്ടുവരുന്ന നടപടിയാണിത്. വെള്ളാപ്പള്ളിക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും വി.എസ്. ചോദിച്ചു. പേജാവർ മഠാധിപതിയുടെ കീഴിലുള്ള ഉടുപ്പി ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ ഭക്ഷിക്കുന്ന ഇലയിൽ ആവർണരെ ഉരുട്ടുന്ന കെട്ടയാചാരം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നും വി.എസ്. ചൂണ്ടിക്കാട്ടുന്നു. അതിന്റെ വക്താവായ മഠാധിപതിയെ കൊണ്ടുവന്നാണ് ജാഥയുടെ ഉദ്ഘാടന വേദിയിലും ഐത്യത്തിന്റെയും അനാചാരത്തിന്റെയും പ്രകടനം നടത്തിയത് എന്നും വി.എസ്. കുറ്റപ്പെടുത്തുന്നു. 3 മിനിറ്റ് മാത്രമാണ് ഈ സവർണ മഠാധിപതി വേദിയിൽ ഉണ്ടായിരുന്നത് എന്നും വി.എസ്. വ്യക്തമാക്കുന്നു. അതോടൊപ്പം കോഴപ്പണം കൊണ്ട് സവർണനായി അഭിനയിക്കുന്ന വെള്ളാപ്പള്ളി 1 കോടി വിലയുള്ള കാരവനിൽ ഭാര്യാസമേതനായി ജാഥ നയിക്കുമ്പോൾ അക്കീരമൺ ഭട്ടതിരിപ്പാടും ISRO ചെയർമാനായിരുന്ന മാധവൻ നായരും അടക്കമുള്ള ജാഥാംഗങ്ങളോട് തന്റെ കുടിയാന്മാരെ പോലെയാണ് വെള്ളാപ്പള്ളി പെരുമാറുന്നത് എന്നും വി.എസ്. കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അവരെ തനിക്കൊപ്പം കാറിൽ സഞ്ചരിക്കാൻ പോലും വെള്ളാപ്പള്ളി അനുവദിക്കാത്തത് എന്നും വി.എസ്. പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരം നടപടികളിലൂടെ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര ചാതുർവർണ്ണ സംരക്ഷണ ജാഥയായി മാറിയിരിക്കുകയാണെന്നും വി.എസ്. പറഞ്ഞു. ഒരുപക്ഷെ ദിനകർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വി.എസും വെള്ളാപ്പള്ളിയും തമ്മിൽ നടത്തുന്ന വാക്ക് തർക്കം, അതിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണമാണ് ഇപ്പോൾ വി.എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വി.എസ്. ഉന്നം വെച്ചത് വെള്ളാപ്പള്ളിയുടെ ഈ സമത്വ മുന്നേറ്റ യാത്രയെക്കുറിച്ച് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാ ആളുകളും തമ്മിലുള്ള ഒരു ഐക്യം, എല്ലാ ജാതിക്കാരും തമ്മിലുള്ള ഒരു ഐക്യം എന്ന തരത്തിലൊക്കെയാണ്. പക്ഷെ അതിന്റെ ആ ഒരു യാത്രയുടെ ഉള്ളുകള്ളികൾ കൂടി വെളിപ്പെടുത്തുകയാണോ വി.എസ്. എന്ന് ചെയ്തിരിക്കുന്നത്? സൗമ്യ, തീർച്ചയായും ജാഥയുടെ പൊള്ളത്തരം ആണ് വി.എസ്. തുറന്നു കാട്ടുന്നത്. കാരണം ജാഥയിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് RSSന്റെയും BJPയുടെയും പിന്തുണയോടുകൂടിയാണ് ജാഥ നടത്തുന്നത്. അതിൽ ഏറ്റവും രസകരമായ വസ്തുത, ജാഥയിൽ ഒരിടത്തും അല്ലെങ്കിൽ ജാഥയുടെ പോസ്റ്ററുകൾ ഒരിടത്തും ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്തരത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നതിനെതിരെയും സംഘടനയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് എന്നും വ്യക്തമാണ്. അതോടൊപ്പം കീഴാള ജാതിക്ക് വേണ്ടി പടപെടുന്ന വെള്ളാപ്പള്ളി നടേശൻ പേജാവർ മഠാധിപതിയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ചാതുർവർണ്ണത്തിന്റെ വക്താക്കളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നും വി.എസ്. ചൂണ്ടിക്കാട്ടുന്നു. അതിനെതിരെയാണ് വി.എസ്. ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത്. സൗമ്യ, കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്.